ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഒരു 9 വയസ്സായ കുട്ടിക്കുള്ള കഫ്താനും അതിനൊരു പാൻറ്റും തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ക്ലോത്ത് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. പാൻറ്റാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം താഴെ ബോട്ടം അടയാളപ്പെടുത്താം. 2.5 ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. താഴെ 8.5 ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത് ബോട്ടം ഭാഗത്ത്. അവിടുന്ന് ക്രോസായിട്ട് വരച്ചെടുക്കുക. മടക്കി തേക്കുമ്പോൾ ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് അങ്ങോട്ട് മേലോട്ട് നമുക്ക് 30 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത്. അത് അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അവിടെ നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ മേലോട്ട് അടയാളപ്പെടുത്താം. അതും എന്നിട്ട് വരയ്ക്കാം. നമുക്ക് ഹിപ്പ് അളവ് വരുന്നത് 6.5 അപ്പോൾ അതിലേക്ക് ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നമുക്ക് 9 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് താഴോട്ട് ക്രോച്ച് ലെങ്ത്ത് ഈ താഴത്തെ ഫസ്റ്റത്തെ വരമെന്ന് നമുക്ക് അടയാളപ്പെടുത്താം. 9.5 ഇഞ്ച് ക്രോസ് ലെങ്ത്ത് അടയാളപ്പെടുത്താം. 1.5 ഇഞ്ച് പുറത്തോട്ട് അടയാളപ്പെടുത്താം. ഷേപ്പ് ചെയ്ത് വരയ്ക്കുകയാണ് വേണ്ടി. ബോക്സ് പോലെ വരച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അവിടുന്ന് താഴെ അടയാളപ്പെടുത്തിയെടുത്തേക്ക് സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞ് ഇപ്പോൾ കട്ടിങ് കഴിഞ്ഞ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ടോപ്പാണ് അടിക്കേണ്ടത്. 4 ആക്കി ക്ലോത്ത് മടക്കിയിട്ടുണ്ട്. നമുക്ക് ലെങ്ത്ത് 27 ടോപ്പിൻ്റെ, വിഡ്ത്ത് 10 ഇഞ്ചും. ആദ്യം നമുക്ക് നെക്ക് അടയാളപ്പെടുത്തണം. നെക്ക് 2.25 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്, നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തുന്നത്. ഫ്രണ്ട് നെക്ക് 3.5 ഇഞ്ചും ബാക്ക് നെക്ക് 2 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് എടുക്കാം. ആദ്യം നമുക്ക് ബാക്ക് നെക്ക് 2 ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്ക് നെക്കിൻ്റെ പീസ് ഉള്ളോട്ട് മടക്കിയിട്ടിട്ട് ഫ്രണ്ട് പീസ് നമുക്ക് വെട്ടിയെടുക്കാം. നമുക്ക് ഫ്രണ്ടിൽ ഒരു ഓപ്പൺ കൊടുക്കണം തല കെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് 2.5 ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് നിർത്താം. ഇനി നമുക്ക് ചെറിയൊരു പീസ് വെച്ചിട്ട് അടിച്ചിട്ട് മറിച്ചിട്ട് അടിക്കുകയാണ് വേണ്ടിയത്. ഇപ്പോൾ നമ്മൾ അടിച്ച് വന്നിരിക്കുന്നത് ബാക്കിൽ ഇങ്ങനെ പതിച്ചടിക്കുകയും ചെയ്ത്. ഇനി നമുക്കൊരു 13 ഇഞ്ചിൽ ഒരു ലേസ് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടിൽ വെച്ചെടുക്കാൻ. എന്നിട്ട് അങ്ങനെ മടക്കി ഇങ്ങനെ 2 എണ്ണാക്കി ലെയറാക്കി വെച്ചെടുക്കാം. പിന്നെ നമുക്ക് ഷോൾഡർ 2 മേക്ക് പീസും എടുത്ത് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യും ഫ്രണ്ട് അടിക്കുകയും ചെയ്ത്. ഇനി നമുക്ക് ക്രോസ് പീസ് എടുത്തിട്ട് നെക്ക് അടിക്കുകയാണ് വേണ്ടത്. അങ്ങനത്തെ ക്രോസ് പീസ് കുറച്ച് കട്ട് ചെയ്തെടുക്കുക. 1.5 ഇഞ്ച് ഇവിടുത്താണ് ക്രോസ് പീസിന് വേണ്ടത്. അത് 2 ആക്കി മടക്കിയിട്ട് നമുക്ക് നെക്ക് റൗണ്ടിൽ അടിച്ചെടുത്തിട്ട് തിരിച്ചിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നെക്ക് അടിച്ച് കഴിഞ്ഞ് നമുക്ക് ചുറ്റുവട്ടവും ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും ഇങ്ങനെ ചുറ്റിലും ഫോൾഡ് ചെയ്തെടുക്കുക. എന്നാൽ നമുക്ക് അതിന്മേൽ കൂടെ നമുക്ക് ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്.
ചുറ്റിലുവട്ടം ഫോൾഡ് ചെയ്തിട്ട് ലേസും അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് 4 ഭാഗവും ചുറ്റുവട്ടവും അങ്ങനെ ലേസ് നമ്മൾ ചെയ്തെടുത്ത് ഇനി നമുക്ക് വേസ്റ്റ് എലാസ്റ്റിക് വെക്കാനുള്ളതാണ് അടയാളപ്പെടുത്തേണ്ടത്. മുകളിൽ നിന്ന് നമ്മൾ 10 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്താം. ഇതേപോലെ ഈ സൈഡിലും അടയാളപ്പെടുത്താം. എന്നിട്ട് എൻ്റെ നിന്നൊരു 3 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി അടയാളപ്പെടുത്താം. അതേപോലെ ഈ സൈഡിലും അത് എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അത്ര സ്ഥലത്താണ് നമ്മൾ ഈ ഇലാസ്റ്റിക് വെക്കുന്നത്. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് അപ്പുറം ഭാഗത്തേക്കും ഇങ്ങനെ അടയാളപ്പെടുത്തിയെടുക്കുക. അതൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് അമർത്തി ഇങ്ങനെ എടുത്താൽ അപ്പുറം ഭാഗത്തേക്ക് പതിഞ്ഞ് വരും. ഇപ്പോൾ ഒന്ന് നമുക്ക് ചോക്കെടുത്ത് ഒന്നുകൂടെ അതിൻ്റെ കൂടെ മേലൂടെ വരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇലാസ്റ്റിക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. 9.5 ഇഞ്ച് ലെങ്ത്തിലാണ് നമുക്ക് അവിടെ ഇലാസ്റ്റിക് വെച്ചെടുക്കാനുള്ളത്. അത് നമുക്ക് 2 എണ്ണാക്കി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 പീസ് 9.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് വലിച്ച് പിടിച്ചിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഹാം ഹോളാണ് മാർക്ക് ചെയ്യാനുള്ളത്. നമുക്ക് 6 ഇഞ്ചാണ് ഹാം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അവിടുന്ന് താഴോട്ട് ഒരു 9.5 ഇഞ്ചും മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അതേപോലെ മറ്റേ തലയിലും നമുക്ക് അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് മുന്നിൽ നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ടൊരു വള്ളിയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞ് വള്ളിയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫാൻ്റാണ് അടിക്കാനുള്ളത്. ആദ്യം ഫാൻറ്റിൻ്റെ താഴെ ഭാഗം മടക്കി അടിക്കുക. എന്നിട്ട് ക്രോച്ച് തമ്മിൽ ജോയിൻ ചെയ്തെടുത്ത് സൈഡ് അടിച്ച് പിന്നെ മുകളിൽ ഇലാസ്റ്റിക് വെക്കാനുള്ളതും അടിച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്ത് ഇനി നമ്മൾ ഇലാസ്റ്റിക് നമ്മൾ 9.5 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഒരു പിന്ന് വെച്ച് അതിൽ കൂടെ അങ്ങനെ ഇട്ടെടുക്കുക, ചെയ്യാം. അപ്പോൾ നമ്മൾ ഫാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതാണ് നമ്മളുടെ ഡ്രസ്സിൻ്റെ ഔട്ട്ലുക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് ഇനി വീണ്ടും വരാം. ബായ്.